ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കെട്ടിയിട്ടിറങ്ങി വാടാവൂവേ. പണ്ടൊക്കെ ജനങ്ങൾ തോളിലേറ്റുമ്പോഴാണ് നേതാക്കൾ ഉയരങ്ങളിലെത്തിയിരുന്നത്. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇങ്ങനെ സ്വയം ഉയർത്തേണ്ടി വരും. ഇതങ്ങ് പിടിച്ച മോളെ. ഇതെന്നാത്തിനാ ചേട്ടത്തി? ഇച്ചിരി കാന്താരിമുളകും കുരുമുളകും വെളുത്തുള്ളിയും കൂടി അരച്ചു ചേർത്ത് വറ്റിച്ച് സിദ്ധാർത്ഥൻ സാറിന് കൊടുത്തേക്കണം. അയ്യോ അമ്മേ, വാങ്ങല്ലേ, അത് കൈക്കൂലിയാ. വെറോണി ചേട്ടത്തിയുടെ പുറമ്പോക്ക് ഭൂമിക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തോ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കാൻ ചേട്ടനുള്ള കൈക്കൂലി. നീ മിണ്ടാതിരി കൊച്ചെ. ഓരോരോ മുതലാളിമാരെ ഏക്കർ കണക്കിന് വളച്ചു കെട്ടി കൈവശം വെച്ചാലും ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ല. 4 താറാവിനെ വളർത്താൻ വീടിന്റെ പുറകിലുള്ള 2 സെന്റ് ചതുപ്പ് നികത്തിയാലോ ഭൂലോക കുറ്റായിപ്പോയി. ചേട്ടത്തി ഹാപ്പിയാണല്ലോ. ഓ ചേട്ടത്തിയെ, അടുത്ത ഇലക്ഷന് കോളനിയിലെ ആളുകളൊക്കെ നമ്മുടെ കൂടെ നിർത്തിക്കോണം. സിദ്ധാർത്ഥനായിരിക്കും സ്ഥാനാർത്ഥി. 5 വർഷം കൂടുമ്പോഴല്ലേ ഞങ്ങളെപ്പോലുള്ള പുഴുക്കൾക്ക് വിലയുണ്ടാകത്തുള്ളൂ. അന്നേരം ആലോചിക്കാം. താൻ വണ്ടി എടുക്കടോ. ഇതാടാ യഥാർത്ഥ ജനാധിപത്യം.